ഹലോ, എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സങ്കടത്തോടെയും അതുപോലെ തന്നെ ഒത്തിരി സന്തോഷത്തോടും കൂടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത്. അത് കാരണം മറ്റൊന്നുമില്ല, ഇന്നലെ എൻ്റെ ലൈഫ് ഭയങ്കര വിഷമിപ്പിക്കുന്ന ഒരു സംഭവം നടന്നു. സാധാരണ നമ്മൾ യാത്രകൾ ചെയ്യുന്ന സമയത്ത് പല രീതിയിലുള്ള പ്രോബ്ലംസും നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരാറുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ വളരെ ബോൾഡായിട്ട് തന്നെ അതിനെ പ്രതികരിച്ചു. പക്ഷെ ഇന്നലെ നടന്ന സംഭവം എന്ന് വെച്ചാൽ, ഒറ്റയ്ക്ക് ബൈക്കിൽ ഞാനിങ്ങനെ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഈവനിങ് സമയമാണ്. 3 പേര് ബൈക്കിൽ വന്നിട്ട് പല രീതിയിൽ ഇറിറ്റേറ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചു. പല പ്രാവശ്യം വണ്ടിയിൽ കുത്തിക്കാൻ ശ്രമിച്ചു. പെരിന്തൽമണ്ണയിലോട്ട് പോവായിരുന്നു മഞ്ചേരിന്ന്. പിന്നീട് ഒരു പെൺകുട്ടി കേട്ട് കഴിഞ്ഞാൽ അന്തം വിട്ടു പോകുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ നിൽക്കാണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആയിപ്പോയി. ഞാൻ സത്യം പറഞ്ഞാൽ ആകെ പേടിച്ചു പോയി. ഇപ്പം എന്താ ചെയ്യേണ്ടതെന്നറിയാണ്ട് നിൽക്കുന്ന സമയത്താണ് ഞാൻ നേരെ മങ്കട പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെന്നു. പോലീസുകാരുടെ അടുത്ത് കാര്യം പറഞ്ഞു, വളരെ വിഷമത്തോട് കൂടിയിട്ട്. കാരണം അങ്ങനെ ചെറിയ കാര്യങ്ങൾക്കൊന്നും സങ്കടപ്പെടുന്ന ആളല്ല ഞാൻ പറഞ്ഞല്ലോ, യാത്രകളൊക്കെ ഒരുപാട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത്തരം അനുഭവങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാവാറുണ്ട്. അതിനൊക്കെ സില്ലിയായിട്ട് അങ്ങോട്ട് കളയാറുണ്ട്. നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് അങ്ങനെ പ്രതികരിക്കാറുണ്ട്. ഇത് അത്രക്കും അറപ്പുളവാക്കുന്ന വാക്കുകൾ സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ഞാനിങ്ങനെ കാര്യം പറഞ്ഞു. കേരള പോലീസ് ഇത്രയ്ക്കും എനിക്ക് സത്യം പറഞ്ഞ അഭിമാനം തോന്നി. ഞാൻ ആ കേസ് കൊടുത്ത് മങ്കട സ്റ്റേഷനിൽ കേസ് കൊടുത്ത് ഞാൻ പെരിന്തൽമണ്ണ എത്തിയപ്പോഴേക്കും പോലീസ് സ്റ്റേഷനിലേക്ക് കോളൊന്നും മോള് പറഞ്ഞ ആളുകളെ നമ്മൾ പിടിച്ചിട്ടുണ്ട്, ഇവരെ പറയുന്നത് സമ്മതിക്കുന്നില്ലാന്ന്, മോളൊന്ന് വന്ന് നോക്കണം എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന് നോക്കുമ്പോൾ 3 പേരെയും ഇവര് പിടിച്ചിരിക്കുന്നു. എനിക്ക് വളരെയധികം അഭിമാനം തോന്നി. കാരണം ഒരു 20 മിനിറ്റ് കൊണ്ട് തന്നെ പോലീസ് ഇത്രത്തോളം ജാഗ്രതയോട് കൂടിയിട്ട്, അതായത് അവർ ഇത്രത്തോളം കാര്യക്ഷമമായിട്ടൊരു കാര്യത്തിൽ ഇടപെട്ട് കേസ് നമുക്ക് അവരെ കണ്ടെത്തി തരിക എന്ന് പറയുമ്പോൾ വളരെയധികം സന്തോഷം തോന്നി. ഇതേ സിറ്റുവേഷനിൽ തന്നെയാണ് എറണാകുളത്ത് സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് നമ്മുടെ വിഷേലിന്റെ അച്ഛൻ എന്റെ മോളെ കാണാനില്ല എന്ന് പറഞ്ഞപ്പോൾ ആ പോലീസുകാരെടുത്ത നിലപാടും മങ്കട സ്റ്റേഷനിലെ പോലീസുകാരെടുത്ത നിലപാടും ശരിക്കും എനിക്ക് ഇവരെ കുറിച്ച് എടുത്ത് അഭിമാനം തോന്നിയ. എങ്ങനെ എനിക്ക് അവരോട് താങ്ക്സ് പറയേണ്ടതെന്നറിയില്ല. ഇവരെന്നോട് ഒരുപാട് മാപ്പൊക്കെ പറഞ്ഞു, ഈ 3 പേര്. പക്ഷെ എനിക്ക് മാപ്പ് കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. കാരണം പട്ടാപ്പകല് ഒരു പെൺകുട്ടിയോട് ഇങ്ങനെ അസഭ്യം വിളിച്ചു പറയാനും അവരുടെ വണ്ടി മുട്ടിച്ചാണ്ട് അവരുടെ അറ്റാക്ക് ചെയ്യാനും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പെൺകുട്ടിയെ ഒറ്റയ്ക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്തെല്ലാം ചെയ്യും. അപ്പം അങ്ങനെ വെറുതെ വിടാനുള്ള ഉദ്ദേശമല്ല. പക്ഷെ പോലീസിനെ ഓർത്തിട്ടുള്ള ആ ഒരു അഭിമാനകരമായിട്ടാണ് എനിക്ക് തോന്നിയത് വളരെയധികം. കേരള പോലീസ് ഇത്രക്കും ഐ നോ കേരള പോലീസ് ഓൾവേസ് ഗ്രേറ്റ്. പക്ഷെ ഇത് എനിക്ക് വളരെ എത്ര കുറഞ്ഞ സമയം കൊണ്ട് അവർ യൂണിഫോം മാറിയിട്ട് നോർമൽ ഡ്രസ് ഇട്ടിട്ട് ഞാൻ പറഞ്ഞ അടയാളങ്ങൾ വെച്ച് പോയിട്ട് അവരെ പിടിക്കുക എന്ന് പറയുമ്പോൾ ഇറ്റ്സ് റിയലി ഗ്രേറ്റ്. ഞാൻ ശരിക്കും അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പിന്നെ എനിക്ക് പെൺകുട്ടികളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇത്തരം രീതിയിൽ അറ്റാക്കുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും വണ്ടിയുടെ നമ്പർ നോട്ട് ചെയ്യണം. ആ വണ്ടി ഏതാണെന്ന് നോട്ട് ചെയ്യണം. നമ്മൾ ജസ്റ്റ് അവരുടെ ഫേസിലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നോക്കി വെക്കും. സോ നമുക്ക് പേടി വരുമ്പോൾ നമ്മൾ ഇതൊന്നും ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം ഞാൻ ശ്രദ്ധിച്ചതുകൊണ്ട് മാത്രമായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ ഇവരെ പിടിക്കാൻ പറ്റിയത്. സോ I'm really proud of Kerala Police and thank you so much. ഇതുപോലെ എല്ലാ പെൺകുട്ടികൾക്കും ഒരുപാട് പ്രശ്നങ്ങൾ പല സ്ഥലത്തുനിന്നും അനുഭവിക്കേണ്ടി വരാറുണ്ട്. ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് ശരിക്കും കേരള പോലീസിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. താങ്ക് യു സോ മച്ച്.